ടീനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ ഇനി നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് അതികാലെ തന്നെ നമ്മുടെ പൗലോസാണെങ്കിൽ കിച്ചണിൽ കയറി ചെല്ലുമ്പോൾ അലീന അവിടെ ചായയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം പൗലോസാണെങ്കിൽ പറയുന്നുണ്ട്, കുഞ്ഞെന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പപ്പയുടെ വീട്ടിൽ എൻ്റെ അടുക്കളയിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അല്ല കുഞ്ഞെ, ഞാനല്ലേ ഇതെല്ലാം ചെയ്യാറ് എന്ന് പറയുമ്പോൾ പൗലോസേട്ടന് എന്നെ അനുസരിക്കാനായിട്ട് കഴിയോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അത് പിന്നെ ഞാൻ എൻ്റെ പണി ചെയ്താൽ പോരെ, കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതല്ലല്ലോ ചോദിച്ചത്, പൗലോസേട്ടൻ എന്നെ അംഗീകരിക്കാൻ തയ്യാറാണോ എന്നാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ പൗലോസാണെങ്കിൽ പാചകം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പൗലോസേട്ടൻ ഇവിടുത്തെ പണിയും കാര്യങ്ങളും ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും ചെയ്യണമെന്നില്ല എന്ന് പറയുന്നു. അത് പിന്നെ എനിക്ക് ഇപ്പോൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ, പപ്പ അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് അനുസരിക്കാനായിട്ട് കഴിയില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പപ്പയെയും യാതൊരു വിലയുമില്ലേ എന്ന് അലീന ചോദിക്കുകയാണ്. അത് പിന്നെ കേണൽ സാബിനെ എനിക്ക് ബഹുമാനവും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് കരുതി സാബ് പറയുന്നത് അങ്ങനെ അനുസരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് പിന്നെ ആരാണ് പണം തരുന്നത്? എൻ്റെ പപ്പയല്ലേ. അപ്പോൾ എൻ്റെ പപ്പ പറയുന്നത് അനുസരിക്കാതെ നിങ്ങൾ ആരെയാണ് അനുസരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ആരെയാണ് അത് അനുസരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം കുഞ്ഞ് എന്നിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ, എന്നെ കുഞ്ഞെ കൊച്ചേന്നൊന്നും വിളിക്കേണ്ട ആവശ്യകതയില്ല. നിങ്ങൾക്ക് ഞാൻ പപ്പ പറഞ്ഞ സമയവും കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 24 മണിക്കൂർ നേരവും കൂടി തരികയാണ്. എന്തായാലും നിങ്ങളെന്നെ അനുസരിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തേക്ക് പോകേണ്ടി വരും. ഞാൻ നിങ്ങളെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. പകരം തന്നെ അനുസരിക്കുന്ന, തൻ്റെ വാക്ക് കേൾക്കുന്ന ഒരാളെ ജോലിക്ക് വയ്ക്കും. പപ്പ വിചാരിച്ചാൽ അത് ലഭിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അത് തന്നെയാണ് പപ്പ നിങ്ങളോട് മര്യാദയ്ക്കല്ലെങ്കിൽ ഇറക്കി വിടുമെന്ന് പറഞ്ഞത്. മനസ്സിലായോ പൗലോസേട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോഴും പൗലോസാണെങ്കിൽ അവിടെ കുക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ, അതെ, പപ്പയ്ക്കും വല്യപ്പച്ചനുമാണെങ്കിൽ പൗലോസേട്ടൻ ഇവിടെ കുക്ക് ചെയ്യേണ്ടതില്ല. ഇവിടെ കുക്ക് ചെയ്യാൻ എനിക്ക് അറിയാം. എൻ്റെ അടുക്കളയിൽ, എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പൗലോസേട്ടൻ തൽക്കാലം പോയിരുന്ന് ആലോചിക്കാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പൗലോസിനെ മുറിയിൽ നിന്നും പുറത്താക്കുകയാണ് നമ്മുടെ അലീന എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം പുറത്തിറങ്ങിയ പൗലോസാണെങ്കിൽ ഡ്രൈവറോടും ജോലിക്കാരനോടും പറയാണ്, അതായത് എന്നെ അവൾ അടുക്കളയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു. ഇതേ സമയം അടുക്കളയിൽ നിന്ന് പുറത്താക്കേ, എന്താ പൗലോസേട്ടാ ഈ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ, പൗലോസേട്ടൻ കേണൽ സാബിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കേണൽ സാബ് പറഞ്ഞ കാര്യമൊക്കെ അവരുടെ മുൻപിൽ പറയുകയാണ്. എങ്കിൽ പിന്നെ പൗലോസേട്ടാ ഒരു യുദ്ധത്തിന് നിൽക്കേണ്ട ആവശ്യമോ കാര്യമോ ഒന്നും തന്നെയില്ല. കേണൽ സാബ് പറഞ്ഞെങ്കിൽ അവളെ അനുസരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അല്ലെങ്കിൽ പൗലോസേട്ടന് ഈ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ പൗലോസാണെങ്കിൽ, അല്ലടാ, നീ പറഞ്ഞ നിൻ്റെ ആൾക്കാരൊക്കെ എവിടെ? ആ റീത്ത ചേച്ചീനെ വിളിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അവരൊക്കെ എവിടെയാടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പൗലോസേട്ടാ,
അവരൊക്കെ എവിടെയാന്ന് എന്നോടാ ചോദിക്കണേ. അവർ വരുമ്പോൾ വരട്ടെ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ. പൗലോസേട്ടൻ ആൻ്റീനയെ അനുസരിക്കാനായിട്ട്, കേണൽ സാഹിബിൻ്റെ മകളെ അനുസരിക്കാനായിട്ട് നോക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമെങ്കിൽ ഇല്ലില്ല, ഞാൻ ഒരിക്കലും അവളുടെ കീഴിൽ നിൽക്കില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ പൗലോസേട്ടൻ ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കെ അലീന അവിടേക്ക് എത്തുകയാണെന്ന് കാണാം. അലീനയെ കണ്ടതും അവർ എന്തോ കള്ളത്തരം കാണിക്കുന്ന മാതിരി പെട്ടെന്ന് തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് അവർ എന്തോ തനിക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് പോകുകയാണെന്ന്. ഇതേ സമയം അലീന പൗലോസിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അതായത് പൗലോസേട്ടാ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, പൗലോസേട്ടൻ ഈ ജോലിയിൽ തുടരണമെങ്കിൽ എന്നെ അനുസരിച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെയാണെങ്കിൽ പൗലോസേട്ടൻ്റെ മനസ്സിൽ ഒരുപാട് തിന്മയും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ദേ അലീന കൊച്ചെ, ആവശ്യമില്ലാത്തത് പറയരുതിട്ടോ എന്ന് പറയുമ്പോൾ, ആവശ്യമില്ലാത്തതൊന്നുമല്ല, ആവശ്യം ഉള്ളത് തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ പൗലോസാണെങ്കിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ട് നിൽക്കുകയാണ്. ചൂടായിട്ടൊന്നും കാര്യമില്ല. പപ്പയെ കള്ളം പറഞ്ഞ് പറ്റിക്കാനൊന്നും നിങ്ങളെക്കൊണ്ട് കഴിയില്ല. പപ്പയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാനും സാധിക്കുകയുമില്ല എന്ന് പറയുന്നു. കള്ളത്തരം കാണിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ ലഭിച്ചിരിക്കുമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാൻലിയാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, മോളെ എന്ത് ചെയ്താലും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്യണമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ എൽസമ്മ വരികയാണ്. എൽസമ്മ വന്നതും അലീനയുടെ അടുത്തേക്ക് പൊട്ടിത്തെറിക്കുകയും ഒടുവിൽ അലീനയുടെ കഥ കേട്ടതും അലീനയുടെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.